ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SSLC ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. In each of the arithmetic sequence below, some of the terms are not written. Find them. ചുവടെ കൊടുത്തിരിക്കുന്ന ഒരു സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല, അവ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് കണ്ടുപിടിക്കാം. ആദ്യം ഫസ്റ്റത്തതിൻ്റെ ഡി കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, സെക്കൻഡ് ടേമിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ 42 24 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. 2 4 പോകില്ല, അപ്പോൾ ഇപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് കടെടുത്തു, ഇവിടെ 3 ആവും, അപ്പുറത്ത് 12 ആവും. 12 4 പോയാൽ 8, 3 2 പോയാൽ 1. അപ്പോൾ കോമൺ ഡിഫറൻസ് 18 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ടേം 42 ആണ്. അപ്പം 42ക്ക് 18 കൂട്ടിയാൽ തേർഡ് ടേം കിട്ടും. 8 2 10ക്ക് 0, ശിഷ്ടം 1 കിട്ടും. 4 1 5, 5 1 6. ഈ 60ലോട്ട് ഒരു 18 കൂടി കൂട്ടിയാൽ അടുത്ത ടേമും കിട്ടും. 8 6 1 7 കണ്ടോ, 60 78. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തതായി. ഇനി രണ്ടാമത്തത്, ഇതിൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ട്. എന്തായിക്കോട്ടെ, കോൺസിക്യൂട്ടീവ് ടേംസ് തന്നിട്ടില്ലേ? സെക്കൻഡ് ടേമും തേർഡ് ടേമും അടുത്തടുത്ത ടേംസ് അല്ലേ? അപ്പോൾ തേർഡ് ടേമിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടും. ഇതാ മുകളിലത്തെ അതേപോലെ തന്നെ 42 - 24 ആണ്, അത് 18 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ടേമിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. അതായത് ഫസ്റ്റ് ടേമുക്ക് കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോഴാണ് 24 കിട്ടിയത്. അപ്പോൾ 24ന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും അല്ലേ? 4ന്ന് 8 പോവില്ല, അപ്പോൾ ഇവിടെ 14 ആവും, ഇവിടെ 1 ആവും. ഓക്കെ, 14ന്ന് 8 പോയാൽ ബാക്കി 6 ഉണ്ടാവും. 1ന്ന് 1 പോയാൽ 0. അപ്പോൾ ഫസ്റ്റ് ടേം 6 എന്ന് കിട്ടും. മറ്റത് 42ക്ക് 18 കൂട്ടിയാൽ 60 കിട്ടും. 6 24 42 60. ഓക്കെ, ഇനി മൂന്നാമത്തത്, ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേമും ഫോർത്ത് ടേമും ഉണ്ട്. അപ്പോൾ ഫോർത്ത് ടേമിന്ന് തേർഡ് ടേം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. 42 24 കുറച്ചാൽ നേരത്തെ ചെയ്ത പോലെ 18 കിട്ടും. ഇനി തേർഡ് ടേമിന്ന് അഥവാ 24ന്ന് 18 കുറച്ചാൽ നമുക്ക് നേരത്തെ പോലെ എത്ര കിട്ടും? 6 കിട്ടും അല്ലേ? അപ്പോൾ സെക്കൻഡ് ടേം 6 ആണ്. ഇനി 6ന്ന് 18 കുറക്കണം, അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. പക്ഷെ നമുക്ക് 6ന്ന് 18 കുറക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 18ന്ന് 6 കുറക്കും. ഓക്കെ, 18ന്ന് 6 കുറക്കും. അപ്പോൾ 8ന്ന് 6 പോയാൽ 2 കിട്ടും, ഇവിടെ 1 12. വലതിൻ്റെ ചിഹ്നം മൈനസ് ഇട്ട് കൊടുക്കും. കണ്ടോ, -12 6 24 42. ഇനി നാലാമത്തേൽ ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഉണ്ട്, അടുത്തടുത്ത ടേം തന്നിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നുള്ളതാണ്, അഥവാ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുക, അതിൻ്റെ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടുത്തെ ടേമുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് 42ഉം ഒന്ന് 24ഉം. അപ്പോൾ എങ്ങനെ വരും? 42 - 24 ഡിവൈഡഡ് ബൈ, ഇനി 42ൻ്റെ സ്ഥാനം എത്രയാണ്? ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ 3 - 24 ഫസ്റ്റും. കണ്ടോ, 42 - 24 ബൈ 3 - 1. 42ന്ന് 24 പോയാൽ നമുക്കറിയാം 18 ആണ് കിട്ടുക. 3ന്ന് 1 പോയാൽ 2. അപ്പോൾ 18/2 9 കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 9 ആണ്. ഇപ്പോഴത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. അപ്പോൾ 24ലേക്ക് 9 കൂട്ടിയാൽ 33 കിട്ടും. 33ലേക്ക് 9 കൂട്ടിയാൽ 42, 42ലേക്ക് 9 കൂട്ടിയാൽ 51. ഓക്കെ, ദെൻ അടുത്തത്, ഇവിടെ ഫസ്റ്റ് ടേം തന്നിട്ടില്ല, സെക്കൻഡ് ടേം തന്നിക്കണ്, തേർഡ് ടേം തന്നിട്ടില്ല, ഫോർത്ത് ടേം തന്നിക്കണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്, അഥവാ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യണം. ഇവിടുത്തെ ടേമുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 42 - 24 ആണ്. പക്ഷെ പൊസിഷനുകളിൽ ചെറിയൊരു മാറ്റമുണ്ട്. 42ൻ്റെ സ്ഥാനം നോക്കിയാൽ 1 2 3 4th പൊസിഷനിലാണ്.
24ൻ്റെ സ്ഥാനം സെക്കൻഡ് പൊസിഷനിലാണ്. ഓക്കെ, അവിടെ 3 നമ്പർ സെയിം തന്നെയാണ് കിട്ടുന്നത്, പക്ഷെ പൊസിഷൻ നമ്പറുകൾ മാറുന്നുണ്ട്. 42 24 പോയാൽ നമുക്കറിയാം അത് 18 4 2 പോയാൽ 2 18/2 9 തന്നെ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടേം എന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ ഇവിടെ 24 അല്ലേ, 24 9 പോയാൽ 15. ഓക്കെ, പിന്നെ 15 9 കൂട്ടി 24, 24 9 കൂട്ടി 33 കണ്ടോ, 15 24 33 42. ദെൻ ആറാമത്തെ നോക്കി, ഇവിടെയും ടേമുകളും സെയിം ആണ്, പക്ഷെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് തന്നെയാണ് വരിക. ടേമുകൾ 42 മൈനസ് 42, നമുക്ക് ആദ്യം എഴുതിയതൊക്കെ ഒന്ന് മായിച്ചോളാം കേട്ടോ. ഓക്കെ, ഇവിടെ ഇവിടെ എഴുതാം. 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 42ൻ്റെ പൊസിഷൻ എത്രയാണ് നോക്കിയാൽ മക്കളെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ 4 മൈനസ് 24 ഒന്നാമത്തെ പൊസിഷനിലും. അപ്പോൾ 42 മൈനസ് 24 ബൈ 4 മൈനസ് 1. 42 24 പോയാൽ 18 നമുക്കറിയാം, 4 1 പോയാലോ 3. അപ്പോൾ 18/3 ചെയ്യണം അല്ലേ, അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്, 6. അപ്പോൾ ഇനി അത് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. 24ക്ക് 6 കൂട്ടിയാൽ 30 കിട്ടും, 30ക്ക് 6 കൂട്ടിയാൽ 36 കിട്ടും, 36ക്ക് 6 കൂട്ടിയാൽ 42 കിട്ടും. ഓക്കെ, അപ്പോൾ 24 30 36 42. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 ടേമുകൾ തന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത ടേമുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോമൺ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് കണ്ടാൽ മതി അടുത്തടുത്ത ടേം ആകുമ്പോൾ. തൊട്ടടുത്തടുത്ത ടേം ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസ് കാണാൻ സുഖമാണ്. പക്ഷേ ടേമുകൾ തൊട്ടടുത്ത ടേമുകളല്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. കോമൺ ഡിഫറൻസ് കാണാൻ 2 ടേമുകളും അതിൻ്റെ പൊസിഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സീക്വൻസ് ചെയ്താൻ പറ്റും. അതിന് നമ്മൾ കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷനാണ് എന്ത്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ആ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാം, അതിൻ്റെ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസും കാണാം. ഓക്കെ, അപ്പോൾ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ടേമുകൾ എന്ത് ചെയ്യാൻ പറ്റും, മുമ്പത്തെ കാണണമെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണുന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ.